ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലത്തെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെടുത്താലോ. ഇത് ദിവസം മുഴുവൻ വെച്ചാലും സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും. നല്ല അടിപൊളി പുട്ടാണ് കേട്ടോ. കണ്ടല്ലോ, ഞാനിത് ഒരു വിരൽ വെച്ചിട്ടാണ് ഇത് പൊട്ടിച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴത്തിൻ്റെ ഒപ്പം കറിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര അളന്നെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് അളന്നെടുക്കുന്നത് വെള്ളം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പിൻ്റെ 1 കപ്പും പിന്നെ അര കപ്പിൻ്റെ 1/2 കപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. പക്ഷേ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ പുട്ട് കഴിക്കാൻ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതാ ചൂടോടുക്കനെ തന്നെ നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഒന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റാണ് അളവെടുത്തിട്ടുള്ളത്. ഇനി ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടാകും. ഇനി ഈ വെള്ളം മൊത്തം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 3 കപ്പ് പൊടി എടുത്താൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മളൊരു ട്രിക്ക് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വെള്ളം ഏറിപ്പോവൊന്നുമില്ല. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ ഈ പൊടിയിൽ നല്ലോണം നനവ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറുതായി ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ, നല്ല ചൂടോടുക്കനെ നമ്മൾ പൊടിക്കേണ്ട. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ചെറുതായി കറക്കി നോക്കുമ്പോൾ നമുക്കിത് കട്ട കെട്ടുകയാണ്. അതല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ഇടുക ആദ്യത്തെ ട്രിപ്പിൽ. എന്നിട്ട് ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഈ വെള്ളം ഏറി അണച്ചാലാണ് ചെയ്യേണ്ടുള്ളൂ. വെള്ളം ഏറിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് ഒഴിച്ചപ്പോൾ കുറച്ച് നനവ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡ് ബട്ടണ് ചെറുതായിട്ടൊന്ന് 3 പ്രാവശ്യം ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടും, നല്ല സോഫ്റ്റായിട്ട്. അതെല്ലാം നിങ്ങൾക്ക് നല്ല മണി പോലെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണിൽ പൊടി ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ നല്ലോണം പൊടിഞ്ഞ് നമുക്ക് പുട്ടിൻ്റെ പൊടി, നമ്മൾ പച്ചരി പുട്ടിൻ്റെ പൊടി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കണം എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല നമ്മൾ പുട്ടിൻ്റെ പൊടി ആക്കിയ പോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ പൊടിയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പുട്ടും കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിരട്ട പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ മക്കൾക്ക് അതാണ് ഇഷ്ടം കുറ്റിപ്പുട്ടിനെക്കാട്ടിലും. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ചിരട്ടയുടെ അച്ചുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മാറി വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടയിലൊന്നും തേങ്ങ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. തേങ്ങ ഇല്ല, അതുകൊണ്ട് ഉള്ള തേങ്ങയും കൊണ്ട് ഒപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ മേലെ. അപ്പോഴേക്കും നമ്മൾ രണ്ടാമത്തത് നിറച്ചെടുക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ പുട്ടൊക്കെ വേവിച്ചെടുക്കുന്ന സമയം മതി കേട്ടോ, കൂടുതൽ നേരമൊന്നും വേണ്ട. അപ്പോൾ നല്ലോണം ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അടുത്തത് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് കൊട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചൂടോടെ ഇതുപോലെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, കൂടുതൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ രണ്ടാമത്തേത് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണ്ടേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇതാ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പഴം വെച്ചിട്ടാണ്, എനിക്ക് കൂടുതൽ പഴുക്കാത്ത പഴം വെച്ചിട്ട് പുട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.